ഒരാൾ ഒരുപാട് പുസ്തകം വായിച്ചിട്ട് നാട്ടുകാർക്ക് എന്ത് നേട്ടം? നിലമ്പൂരിൽ ചുറ്റിത്തിരിയുന്ന ഈ ചോദ്യം നമുക്കൊരു തമാശയാകുന്നത് ഒരുപക്ഷേ അത് സ്വരാജിനോടായതുകൊണ്ടാകണം. കാരണം ഒരിക്കൽ അയാൾ ഇങ്ങനെ പറയുന്നുണ്ട്, എൻ്റെ വഴികളിലൂടെ മാത്രം നടക്കുന്നയാളാണ് ഞാൻ എന്നു പറഞ്ഞാൽ എൻ്റെ വഴികൾ എൻ്റെ ബോധ്യങ്ങളാണ്. അതെൻ്റെ പ്രസ്ഥാനം എനിക്ക് കാണിച്ചു തന്ന വഴിയാണ്. എനിക്കെന്തെങ്കിലും ഒരു പിശക് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് തിരുത്താനും ഏറ്റുപറയാനും ഒരു മടിയുമില്ലാത്ത ആളാണ് ഞാൻ. എന്നാൽ അങ്ങനെ സംഭവിക്കാത്തിടത്തോളം കാലം ഈ ലോകത്തിൽ എത്ര പ്രചണ്ഡമായ ആക്രമണങ്ങൾ വന്നാലും ഒരിഞ്ചു മാറില്ല. ഇന്നിന്റെ രാഷ്ട്രീയ പരിസരത്ത് ഇത് പറയുന്ന ഒരാൾക്ക് അവനവരിൽ വിശ്വാസമുണ്ടാകണം. കുറഞ്ഞപക്ഷം സ്വന്തം വഴിയിൽ ബോധ്യങ്ങളെങ്കിലും വേണം. ആരാണ് സ്വരാജ്? അയാളുടെ വഴികളുടെയും ബോധ്യങ്ങളുടെയും കഥ എന്താണ്? 1979 മെയ് 27 മലപ്പുറം ജില്ലയിൽ PN മുരളീധരന്റെയും സുമംഗലിയമ്മയുടെയും മകനായാണ് സ്വരാജ് ജനിക്കുന്നത്. നിലമ്പൂർ പൂളപ്പാടം സ്കൂളിലായിരുന്നു പഠനം. ചെറിയ ക്ലാസ്സിൽ പഠിക്കുമ്പോഴേ പ്രസംഗ മത്സരവേദിയിലൊക്കെ കയറിയിരുന്ന ഒരു കൊച്ചുപയ്യൻ. പറയാൻ കാരണമുണ്ട്. ഒരിക്കൽ സ്കൂളിലെ അന്നത്തെ പ്രധാന അധ്യാപകൻ ദിവാകരൻ മാസ്റ്റർ ആ കാലം ഓർത്തെടുത്തു പറഞ്ഞത്, കൊണ്ടുപോകേണ്ട ചുമതലയെ മാസ്റ്റർക്കുണ്ടായിരുന്നുള്ളൂ. പ്രസംഗം പഠിച്ചോ എന്ന മാസ്റ്ററുടെ ചോദ്യത്തിന് മറുപടിയായി കയ്യിൽ മടക്കി ഭദ്രമായി വെച്ചിരുന്ന ഒരു കടലാസ് കഷ്ണം അവൻ മാസ്റ്റർക്ക് നേരെ നീട്ടി. ആ പ്രസംഗം മാസ്റ്റർക്ക് മുന്നിൽ പക്വമായി അവതരിപ്പിക്കുമ്പോൾ അദ്ദേഹം അത്ഭുതത്തോടെ അവനെ നോക്കി നിന്നു അത്രേ. ശേഷം നിനക്കിതാര് പഠിപ്പിച്ചു തന്നു എന്ന് ചോദിച്ചപ്പോൾ അമ്മ എന്നവൻ മറുപടി പറഞ്ഞു. ആ അമ്മയുടെ കഴിവ് തന്നെയാകണം അവനിൽ ഇന്നും നിറഞ്ഞു നിൽക്കുന്നതെന്ന് അദ്ദേഹം പറയുകയുണ്ടായി. അതെന്തായാലും പിന്നീടും പ്രസംഗ മത്സരവേദികളിലൊക്കെ അവനുണ്ടാകും. 1ാം സ്ഥാനക്കാരനാകും. ശേഷം പലേമാട് SVHS-ലെത്തിയപ്പോഴും കഥ മാറിയില്ല. പ്രസംഗത്തിനൊപ്പം ഉപന്യാസത്തിലും കൗതുകമായി. ഒപ്പം സാഹിത്യവും വായനയുമൊക്കെ ആരംഭിച്ചു. പറയേണ്ട ഒരു വാക്കുപോലും പാതി വഴിയിൽ വിഴുങ്ങാതെ വാക്കുകൾ കൊണ്ട് വിമർശകരെ പോലും അത്ഭുതപ്പെടുത്തുന്ന സ്വരാജ്. അദ്ദേഹം സത്യത്തിലൊരു സുപ്രഭാതത്തിൽ പൊട്ടിമുളച്ചതാകില്ല. അതിനു പിന്നിൽ ബാല്യം മുതലുള്ള ഒരു അധ്വാനമുണ്ട്. അതെ, ഒരു സുപ്രഭാതം കൊണ്ട് ചരിത്രാന്വേഷിയും ശാസ്ത്രകുതിയുമൊന്നും ആയതല്ല അദ്ദേഹം എന്നർത്ഥം. അതെന്തായാലും നാട്ടിൻപുറത്തുകാരൻ പയ്യനിൽ നിന്നും വിദ്യാഭ്യാസ സമരങ്ങളിലും പാർട്ടികളിലും അണിനിരുന്ന സ്വരാജ് തന്റെ യൗവനത്തെ വരച്ചിടുന്നത് ഇങ്ങനെയാണ്. പഠിച്ച കോളേജിൽ ഒരു പാരസെറ്റമോളിനും ഭേദമാക്കാൻ പറ്റാത്ത തലവേദനയായിരുന്നു ഞങ്ങളുടെ ബോധ്യങ്ങൾ ഞങ്ങൾക്കുണ്ടായിരുന്നു. ആരുടെയും ഉപദേശം കേൾക്കാതെ സ്വീകരിക്കാതെ ധീരമായി മുന്നോട്ടു പോയിരുന്ന കാലം. കുട്ടികളായിരിക്കുമ്പോൾ അബദ്ധങ്ങൾ സംഭവിച്ചാൽ കുഴപ്പമില്ല. മുതിർന്നതിന് ശേഷം അബദ്ധങ്ങൾ ചെയ്യുന്നതിലും നല്ലത് ചെറുപ്പത്തിലേ ചെയ്യുന്നതാണ്. അതിനാൽ യുവാക്കൾ ഇപ്രകാരം ചിന്തിക്കൂ, എന്റെ രാഷ്ട്രം ഇനിയും പിറക്കാനിരിക്കുന്നതേയുള്ളൂ. നിങ്ങൾക്ക് പുതുലോകങ്ങൾ സൃഷ്ടിക്കാൻ കഴിയണം. ഒരിക്കൽ ഒരു കലാലയത്തിലെ വിദ്യാർത്ഥികളോട് സംവദിക്കുന്നതിനിടെ സ്വരാജ് പറഞ്ഞ വാക്കുകളാണിത്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് 2000 എക്കണോമിക്സിൽ ബിരുദം നേടിയ സ്വരാജ് അക്കാലത്ത് യൂണിയൻ ചെയർമാനായിരുന്നു. കാലിക്കറ്റിലെ ശ്രദ്ധേയമായിരുന്നു നേതാവ്. ആ പ്രവർത്തനങ്ങളുടെ തുടർച്ച തന്നെയാണ് ഇന്നും സ്വരാജ് എന്ന് അവിടുത്തെ അധ്യാപകർ ഓർക്കുന്നുണ്ട്. തിരുവനന്തപുരം ലോ അക്കാഡമിയിൽ നിന്നും 2004 LLB ബിരുദം. ശേഷം അണ്ണാമലൈ യൂണിവേഴ്സിറ്റിയിൽ നിന്നും 2007 ബിരുദാനന്തര ബിരുദം. 2008 സരിതാ മേനനെ സ്വരാജ് വിവാഹം ചെയ്യുന്നത്. സർവകലാശാല യൂണിയൻ വൈസ് ചെയർമാനായി പ്രവർത്തിച്ചിട്ടുള്ള സരിതയെ സ്വരാജ് ജീവിതത്തിലും ഒപ്പം കൂട്ടുകയായിരുന്നു. അതിനാലാവണം സരിത പറയുന്നുണ്ട്, വായനയിലൂടെയും സാമൂഹ്യ പ്രവർത്തനത്തിലൂടെയും സ്വരാജിന്റെ വളർച്ച ഞാൻ എന്റെ കൺമുന്നിൽ കണ്ടിട്ടുണ്ട്. എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷം എന്തെന്നാൽ അദ്ദേഹം എന്റെ സുഹൃത്താണെന്നതാണ്. ജയിച്ചാൽ പുതിയൊരു ഉത്തരവാദിത്വം, അതിലുപരി ഒന്നുമില്ല. വിജയവും പരാജയവും ഞങ്ങൾ കണ്ടിട്ടുണ്ട്. SFI എന്ന വിദ്യാർത്ഥി രാഷ്ട്രീയത്തിന്റെ അമരക്കാരനായി പ്രവർത്തിച്ച സ്വരാജ് സജീവ രാഷ്ട്രീയത്തിലേക്ക് പിന്നെ ചുവടുവച്ചു. പൊതുപ്രവർത്തന രംഗത്തെത്തിയ അദ്ദേഹം SFI മലപ്പുറം ജില്ലാ സെക്രട്ടറിയായും സംസ്ഥാന സെക്രട്ടറിയായും പ്രവർത്തിച്ചിട്ടുണ്ട്. അപ്പോഴും കുട്ടിക്കാലം മുതലേ പുസ്തകങ്ങളോട് കൂട്ടുകൂടി അദ്ദേഹം തന്റെ വായന തുടർന്നിരുന്നു എന്ന് ഓരോ സംഭാഷണവും വ്യക്തമാക്കുന്നു. വായിച്ചിട്ട് എന്ത് കിട്ടാനെന്ന ഇന്നത്തെ ക്ലാസിക് ബ്ലണ്ടർ ചോദ്യത്തിനുള്ള മറുപടിയും ഒരുപക്ഷെ ആ സംഭാഷണങ്ങൾ തന്നെയാവണം. ഒരു കവിതാ സമാഹാരവും 3 യാത്രാ വിവരണങ്ങളും പുസ്തകരൂപത്തിൽ അദ്ദേഹം പ്രസിദ്ധീകരിച്ചിട്ടുമുണ്ട്. സംഘടനാ രാഷ്ട്രീയത്തിനൊടുവിൽ പാർലമെന്ററി രാഷ്ട്രീയത്തിലേക്ക് അദ്ദേഹം എത്തിച്ചേർന്നു. മത്സരിക്കാൻ താൽപര്യമില്ലെന്ന് തീരുമാനിച്ച സ്വരാജ് അപ്രതീക്ഷിതമായാണ് അന്ന് തൃപ്പുണിത്തുറയിൽ ജനവിധി തേടാനെത്തുന്നത്. ഉറച്ച നിലപാടുകളും ഉജ്ജ്വലമായ വാക്കുകളുമുള്ള ആ മനുഷ്യനെ രാജനഗരിക്ക് ഒരുപക്ഷെ പെരുത്തിഷ്ടമായി കാണണം. അതുകൊണ്ടായിരിക്കാം K. ബാബുവിനെ ഒന്ന് മാറ്റി പരീക്ഷിക്കാമെന്ന് അന്ന് തൃപ്പുണിത്തുറ തീരുമാനിച്ചത്. നിയമസഭാംഗമായ ശേഷം ആദ്യ സമ്മേളനത്തിൽ തന്നെ അദ്ദേഹം പ്രൈവറ്റ് ബിൽ അവതരിപ്പിച്ചു. ചാനൽ ചർച്ചകളിൽ മുൻപ് തൊട്ടേ സജീവമായി നിൽക്കുന്ന സ്വരാജ് LDF സർക്കാർ നേരിട്ട പല പ്രശ്നങ്ങളിലും അവർക്ക് രക്ഷകരായി വന്നു. അതെ, CPM ആവനാഴിയിലെ ഏറ്റവും മൂർച്ചയേറിയ ആയുധമായി ഒരു ഘട്ടത്തിൽ അദ്ദേഹം മാറുന്നുണ്ട്. അത് വ്യക്തിജീവിതത്തിൽ നല്ലതും മോശവുമായ ഫലങ്ങൾ അദ്ദേഹത്തിന് നൽകിയിട്ടുണ്ടാകണം. ഒരു സമയത്ത് തനിക്ക് നേരെ ഉണ്ടായ അതിരുകടന്ന മാധ്യമ വിമർശനങ്ങൾക്ക് അദ്ദേഹം നൽകുന്ന മറുപടി,
നിങ്ങൾ എന്നെ ശക്തമായി വിമർശിക്കുന്നു എന്നതിന്റെ അർത്ഥം ഞാൻ ഉയർത്തിപ്പിടിക്കുന്ന നിലപാടുകളെ നിങ്ങൾ ഭയപ്പെടുന്നു എന്നതുകൂടിയാണ്. ഞാൻ നിശബ്ദനായിരിക്കുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു എന്ന്. എന്റെ ശബ്ദം നിങ്ങളെ അലോസരപ്പെടുത്തുന്നുവെങ്കിൽ എനിക്കതിൽ വളരെ ആഹ്ലാദമുണ്ടെന്ന് ചിരിച്ചുകൊണ്ട് പറയുവാനും അദ്ദേഹത്തിന് മടിയില്ല. ഇക്കുറി നിലമ്പൂരിൽ നിന്നും വീണ്ടും ഇലക്ഷൻ അദ്ദേഹം ഇറങ്ങുന്നു. ജയവും പരാജയവും കണ്ടിട്ടുള്ള ഒരു മനുഷ്യന് ഈ പരീക്ഷയും ഒരു രാഷ്ട്രീയ പ്രവർത്തനം മാത്രമാകാനേ വഴിയുള്ളൂ. ആ പ്രവർത്തനത്തിന് ഒരു പൗരൻ എന്ന നിലയിൽ നമുക്കും ആശംസകൾ നേരാം.